ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് പ്ലേ ബോയ് ജനറേഷൻ എന്ന പെർഫ്യൂമാണ്. പ്ലേ ബോയിന്റെ പെർഫ്യൂംസ് ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വീഡിയോസിൽ കൊണ്ടുവരാറുണ്ട്. സോ പ്ലേ ബോയ് പെർഫ്യൂംസിന്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രൈസിന് അത്യാവശ്യം നല്ല ഫ്രാഗ്രൻസ് ഉള്ള പെർഫ്യൂംസ് കിട്ടും എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഇതുവരെ വാങ്ങിയെടുത്തോളം പ്ലേ ബോയിന്റെ പെർഫ്യൂംസ് ഒന്നും തന്നെ എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടേ ഇല്ല. സോ ആ ഒരു പ്രതീക്ഷയിൽ ഈ അടുത്തിടെ കഴിഞ്ഞ ഫ്രീഡം സെയിലില് മിന്ത്ര എന്ന് തന്നെ വാങ്ങിച്ചതാണിത്. മിന്ത്ര തന്നെ എന്ന് പറഞ്ഞത് ഇതിന് മുന്നുള്ളതൊക്കെ മിന്ത്ര എന്ന് വാങ്ങിച്ചുകൊണ്ടാണ്. സോ ഇത് പ്ലേ ബോയ് ജനറേഷൻ, ടിപ്പിക്കൽ പ്ലേ ബോയിന്റെ ഡിസൈനിന്. പിന്നെ അങ്ങനെ ആദ്യമായിട്ട് ഒരു ബോക്സ് മര്യാദക്ക് വന്നിട്ടുണ്ട് പ്ലേ ബോയിന്ന്. ഓക്കെ, എപ്പോൾ പെർഫ്യൂം വാങ്ങിയാലും ആകെ വൃത്തികേടായി ചളിയായിട്ടുള്ള ബോക്സ് ആണ് വരാറുള്ളത്. ഇപ്പൊ എന്തായാലും വൃത്തിക്കൊരു ബോക്സ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ പ്ലേ ബോയിന്റെ ആ ഒരു ബോട്ടിൽ തന്നെ. എല്ലാ പെർഫ്യൂംസിനും ഈ ഒരു ബോട്ടിൽ തന്നെയാണ് അവർ കൊടുക്കാറുള്ളത്. അഡിഡാസും ഇങ്ങനെ തന്നെയാണ്. ഈ പ്ലേ ബോയ് അഡിഡാസ് ഒക്കെ കാണുമ്പോൾ ഒരേ ഒരു റൂട്ടിൽ ഓടുന്ന പോലെയാണ് തോന്നാറുള്ളത്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരുത്താതെ ഒരുപോലെ ഇറക്കാറുണ്ട് എല്ലാ പെർഫ്യൂംസിനും ഒരേ ബോട്ടിൽ. ജ്യൂസിൽ മാത്രം ചെറിയ മാറ്റങ്ങൾ. ക്യാപ്പും പ്ലേ ബോയ് എന്ന് എഴുതിയിട്ടുണ്ട്. ആറ്റമൈസർ ആസ് യൂഷ്വൽ നല്ല ആറ്റമൈസർ ആണ്, ബട്ട് കോളറില്ല, നല്ലതാണ്. ഫ്രാഗ്രൻസ് ഇങ്ങനെ സ്നിഫ് ചെയ്താൽ തന്നെ ഇതിൽ ആദ്യം മുതലേ കിട്ടുന്ന ഒരു സാധനം ഒരു സ്വീറ്റ്നെസ് ആണ്. അതിൽ ടോങ്ക ബീൻസിന്റെ സ്വീറ്റ്നെസ്സും ഉണ്ട്, വനില സ്വീറ്റ്നെസ്സും ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. അതിന്റെ കൂടെ തന്നെ കുറച്ചൊരു സ്പൈസി നോട്ട്സും. അങ്ങനെ കയ്യിൽ ഇങ്ങനെ സ്നിഫ് ചെയ്താൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഫ്രാഗ്രൻസ്. ഞാൻ ഈ അടുത്തിടെ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇപ്പോൾ വാങ്ങിച്ചത്. ആ ഒരു ടൈമിൽ വാങ്ങിയ പെർഫ്യൂംസിൽ ഏറ്റവും അധികം ഞാൻ പുറത്തോട്ടൊക്കെ അപ്ലൈ ചെയ്ത് പോയിരുന്ന ഒരു പെർഫ്യൂം ഇതായിരുന്നു. കുറേ പെർഫ്യൂംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ എല്ലാ മാസവും ഒരു 10 to 20 പെർഫ്യൂംസ് വാങ്ങിക്കാറുണ്ട്, ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു കഴിഞ്ഞ മാസത്തെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് എപ്പോഴും ഞാൻ അതവിടെ ടേബിളിൽ വെച്ചേക്കായിരുന്നു. ഇവിടെ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവിടെ ഒരു ടേബിളിൽ ഇങ്ങനെ വെച്ചേക്കായിരുന്നു. അപ്പം പിന്നെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ എടുത്ത് ഇത് അപ്ലൈ ചെയ്തിട്ട് പോകും. സോ ഇതിന്റെ ഫ്രാഗ്രൻസ് ഇനിയിപ്പോൾ നോട്ട്സ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയുകയാണെങ്കിൽ ഇതിന്റെ ഓപ്പണിങ്ങിൽ ഒരു ചെറിയൊരു ഫ്രഷ്നെസ് ഉണ്ട്, ചെറിയ ഫ്രഷ്നെസ് ആട്ടോ. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു സ്പൈസി ഹിന്റ് ഇങ്ങനെ തോന്നും, ഒരു സിനമൺ പോലത്തെ ഒരു ഫ്രാഗ്രൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്നിഫ് ചെയ്യുമ്പോൾ തന്നെ ഒരു സ്പൈസി വനില നോട്ട്സ് ആണ് നമുക്കിത് തോന്നുക. പിന്നെ അതിന്റെ കൂടെ തന്നെ ചെറിയൊരു പൗഡറി നോട്ട്സും വരുന്നുണ്ട്. അത് ഒരു ഇത്തിരി കൂടി വിസിബിൾ ആവുന്നത് അതിന്റെ മിഡിൽ നോട്ട്സിലേക്കൊക്കെ വരുമ്പോഴാണ്. പിന്നെ ടോങ്ക ബീൻസിന്റെ സ്വീറ്റ്നെസ് വരുന്നുണ്ട്. പിന്നെ ബേസ് നോട്ട്സിലേക്ക് വരുമ്പോൾ ഒരു വെനില ടോങ്ക ബീൻസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സ്വീറ്റ്നെസ് ആണ്. സോ അത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതിൽ ഒരു ലൈറ്റായി ചെറിയൊരു ഫ്രഷ്നെസ്, വലിയ ഫ്രഷ്നെസ് എന്ന് പറയാനില്ല, നേരിയ ഒരു ഫ്രഷ്നെസ്സും ഒരു പൗഡറി നോട്ട്സും വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു സ്വീറ്റ്നെസ്സും വെനില ഫ്രാഗ്രൻസും. ഇങ്ങനെയാണ് ഈ പെർഫ്യൂം ഉള്ളത്. ഇനി ഫ്രാഗ്രന്റിക്ക നോക്കിയാൽ നിങ്ങൾ ഈ ഒരു പെർഫ്യൂമിന്റെ ഇത് ഏതെങ്കിലും ഇൻസ്പയർഡ് ആണോ? യൂഷ്വലി നമ്മൾ പ്ലേ ബോയ് എല്ലാം ഇൻസ്പയർഡ് ആണല്ലോ കാണാറുള്ളത്. ഇത് ഏതെങ്കിലും ഇൻസ്പയർഡ് ആണോ എന്ന് നോക്കി, അതല്ല അതിന്റെ താഴെയുള്ള കമന്റ്സ് നോക്കി, യൂസർ ഒപ്പീനിയൻസ് കമന്റ്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് 1 മില്യന്റെ ഇൻസ്പയർഡ് ആണ് എന്ന് ചിലർ പറയുന്നുണ്ട്. തെറ്റാണ്. 1 മില്യണുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി അതിന്റെ താഴെ ഇത് ഏതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂം ആണെന്ന് ചോദിച്ചാൽ അതിന്റെ താഴെ നൈക്കിന്റെ ഒരു പെർഫ്യൂം കാണിച്ചിട്ടുണ്ട്. ആ പെർഫ്യൂം ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് അതെനിക്ക് പറയാൻ അറിഞ്ഞൂടാ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, നൈക്കിയും ഇവരെ പോലെ തന്നെ കോപ്പി അടിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ നൈക്കിന്റെ ആ പെർഫ്യൂം ഓപ്പൺ ചെയ്ത് നോക്കി അത് ഏതിനെ ഇൻസ്പയർഡ് ആണെന്നുള്ളത്. അത് സ്ട്രൈറ്റ് അവേ പിന്നെ നമ്മുടെ അൾട്രാമെയിലിന്റെ ഇൻസ്പയർഡ് ആയിട്ടാണ് കാണിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇത് അൾട്രാമെയിലിന്റെ ഇൻസ്പയർഡ് ആയിട്ട് വരണ്ടേ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. ഇത് അൾട്രാമെയിലുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധമില്ല. ഇങ്ങനെ സ്നിഫ് ചെയ്ത് നോക്കിയാലും ഒരു ബന്ധമില്ല. അൾട്രാമെയിൽ നമുക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഇതാണ് എന്നുള്ളത് ഒരു കൺഫ്യൂഷനും കൂടാതെ പറയാൻ പറ്റിയതാണ്. കാരണം അത്രമേൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് അൾട്രാമെയിൽ നിന്ന് വരിക. ഇവിടെ അങ്ങനെ ഒരു സ്ട്രോങ്ങർ സെന്റേ ഇല്ല. ഇത് അതിലേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. സോ എന്താ പറയാ, എനിക്കിത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഒരു ചെറിയൊരു സ്പാർക്ക് അടിക്കാൻ തുടങ്ങി, ഇത് സംതിങ് ഡിഫറെന്റ് ആണ് എന്നുള്ളത്. സോ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത ഒരു പെർഫ്യൂമാണത്. ആ ഒറ്റ കാരണത്താലാണ് ഞാനത് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്തു പോകും. മിക്ക ദിവസങ്ങളും ഇത് തന്നെയായിരുന്നു പിന്നെ പെർഫ്യൂം.
സോ അങ്ങനെ ആ ഒരു ഇതിന്റെ ഒരു രസം കൊണ്ട് ഞാൻ ചിലപ്പോൾ മോർണിംഗിൽ അപ്ലൈ ചെയ്യും, വൈകുന്നേരം അപ്ലൈ ചെയ്യും, ഒക്കെ പുറത്ത് പോകുമ്പോഴൊക്കെ ഇത് വെറുതെ എടുത്തിട്ട് അപ്ലൈ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഇത് ഇത്രയെങ്കിലും എത്തിച്ചത്. സാധാരണ ഞാൻ ഒരു പെർഫ്യൂമും എൻ്റെത് ഒരു എന്താ പറയാ ഒരു 3-4 ദിവസം അപ്ലൈ ചെയ്യുന്നല്ലാതെ അതിനപ്പുറത്തോട്ട് യൂസ് ചെയ്യാൻ കഴിയാറില്ല. ഞാൻ പല വീഡിയോസിലായിട്ട് ഞാൻ അതിന്റെ റീസൺസും പറഞ്ഞതാണ്. എനിക്ക് ഒരു പെർഫ്യൂമും ഒരു ഫുൾ ബോട്ടിൽ ഫുള്ള് ഫിനിഷ് ചെയ്യാൻ കഴിയാറില്ല. കാരണം നമ്മൾ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട്, മിക്ക ദിവസം ഏതെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ പിന്നെ ഒരു റെഗുലർ ആയിട്ടൊന്നുമില്ല. ആകെ അപ്ലൈ ചെയ്യാറുള്ളത് പിന്നെ നമ്മുടെ തന്നെ എമേഴ്സണും പ്ലഷറും ഒക്കെ ആകുമ്പോൾ പിന്നെ വേറെ അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. എനിക്ക് അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് ഒക്കെ ഫീൽ ചെയ്യാറുള്ളത്, കുറച്ച് സമയം നിൽക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ തോന്നാറുള്ളത്. സോ അപ്പോൾ എന്തായാലും ഇത് പക്ഷേ ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. സോ ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് ഇനിയിപ്പോൾ ഇത്രയും സമയം ഞാൻ ഇതിന്റെ പോസിറ്റീവ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോയല്ലോ. അപ്പൊ ഇതിന്റെ പെർഫോമൻസ് എന്തായിരിക്കും, ഇനി ഇതിപ്പോ എത്ര പ്രൈസിന് വാങ്ങിച്ചു, ഈ 2 കാര്യങ്ങൾ ഞാൻ പറയാം. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു 1 to 1.5 hours വരെ പ്രൊജക്റ്റ് ചെയ്യുള്ളൂ. അവിടെ നമുക്കൊരു 4 hours വരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ പ്ലേ ബോയിൽ കിട്ടുന്ന ആ ഒരു 1.5 hours വരെയുള്ള പ്രൊജക്ഷനും 4 hours വരെയുള്ള ലോഞ്ചിവിറ്റിയും യൂഷ്വലി അവർ EDTയിലാണ് പെർഫ്യൂംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. ഇതും EDT തന്നെയാണ്. സോ ഒരു EDT പെർഫ്യൂം ഓടെ ടോയ്ലറ്റ് പെർഫ്യൂം നമുക്ക് കിട്ടാവുന്ന നല്ലൊരു പെർഫോമൻസ് ഈ ഒരു പെർഫ്യൂം തരുന്നുണ്ട്. കോൺസെൻട്രേഷൻ കുറവായതുകൊണ്ടാണ് പെർഫോമൻസ് കുറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ പെർഫ്യൂമിന്റെ ഡീറ്റെയിൽസ്. ഇനി ഇത് വാങ്ങിച്ചപ്പോൾ എത്ര പ്രൈസ് കൊടുത്തു എന്ന് ചോദിച്ചാൽ, ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിനാകെ 320 റുപ്പീസ് പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ. അത് മിന്ത്ര ഫ്രീഡം സെയിലിൽ കിട്ടിയതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫ്രീഡം സെയിൽ മാത്രമല്ല, നമ്മൾ മറ്റേ മിന്ത്ര ഇൻസൈഡറിലെ ഐക്കണോ അങ്ങനെ എന്തോ ഒരു പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ അവർ കോയിൻസ് കൂടുതൽ തരും. പിന്നെ ആ സമയത്ത് ഈ ഫ്രീഡം സെയിലിന്റെ സമയത്ത് സത്യത്തിൽ മിന്ത്ര നമ്മളെ കേടുവരുത്തുന്ന രീതിയിലുള്ള ഓഫേഴ്സ് തരുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യും, അപ്പോൾ അതിന്റെ അവസാനം ഒരു സാധനം ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് തരും. ഈ ഒരു iPhone 15 Pro Max വിൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിന്റെ ഒരു സാധനം സ്ക്രാച്ച് ചെയ്യാൻ. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ അതിൽ 41 റുപ്പീസ് കിട്ടും. അങ്ങനെ അടുത്തൊരു സാധനം എടുക്കാനുള്ള ഒരു ടെൻഡൻസി വരുത്തും. അടുത്തൊരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ അപ്പോഴും 41 റുപ്പീസ് വരും. ഇങ്ങനെ കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു ഒരു 19 സാധനങ്ങൾ ഞാൻ മിന്ത്രന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും ഈ ഒരു ഓഫർ എനിക്ക് കിട്ടുകയും ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ കുറെ ക്യാഷ് ബാക്കും കിട്ടിയിരുന്നു. അപ്പൊ എല്ലാ ക്യാഷ് ബാക്കും കൂടി ഒന്നിനും കൊണ്ടുപോയി ഡംപ് ചെയ്തതല്ല, ഓരോന്ന് വാങ്ങിക്കുമ്പോൾ അതിന് മുന്നേ കിട്ടിയ ക്യാഷ് ബാക്ക് യൂസ് ചെയ്യും. പിന്നെ ആ കോയിൻസും കൊടുക്കും. പിന്നെ അതിന്റെയും പുറമെ ഇത് പേയ്മെന്റ് ചെയ്യുമ്പോൾ ഈ മിന്ത്രന്റെ ഓണർ ഫ്ലിപ്കാർട്ട് ആണല്ലോ. അപ്പൊ ഫ്ലിപ്കാർട്ടിന്റെ UPI യൂസ് ചെയ്താല് പിന്നെ അവർ വീണ്ടും അതിൽ തന്നെ ഒരു ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് വേറെയും തരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വരുമ്പോൾ ഇതെനിക്ക് ജസ്റ്റ് 320 റുപ്പീസിന് കിട്ടിയതാണ്. പക്ഷെ ഇതിപ്പോ ഞാൻ വാങ്ങിയത് ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേന്റെ ഒക്കെ ഒരു ടൈമിലാണ്. ആ ഒരു ഫെസ്റ്റിവൽ സീസണുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഓഫറിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇനിയിപ്പോ ഇന്നത്തെ റേറ്റ് ഞാൻ കാണിക്കാം. ഓക്കെ, ഇപ്പോ വീഡിയോ ചെയ്യുന്നത് 17th സെപ്റ്റംബറിനാണ് ഞാൻ വീഡിയോ ചെയ്യണത്. ഓക്കെ, ഇനിയിപ്പോൾ വീഡിയോ പബ്ലിഷ് ആവില്ല എന്നാണുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും അടുത്ത് തന്നെ പബ്ലിഷ് ആവുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് 1 month ആയി. 1 monthന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ അറ്റ് പ്രസന്റ് ഇതിന്റെ പ്രൈസ് മിന്ത്രയിൽ നോക്കുമ്പോൾ ഇതിന് 900 and change പ്രൈസ് ഉണ്ട്. മാത്രമല്ല ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. എനിക്ക് തോന്നുന്നു മിന്ത്ര ആ സമയത്ത് ക്ലിയറൻസ് സെയിൽ ചെയ്തതാണ് ഈ പ്രൊഡക്റ്റ്. ഇനി നൈക്കയിൽ നോക്കിയപ്പോൾ ഇതിന് 564 അങ്ങനെ എന്തോ ഒരു പ്രൈസ് കണ്ട്. സോ ഇപ്പോൾ ചിലപ്പോൾ ആ ഒരു പ്രൈസിനാവും കിട്ടുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് ഇത്രയും ചെറിയ പ്രൈസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒപ്പീനിയനിൽ ഒരു ഓഫീസ് യൂസിന് പറ്റിയ ഭയങ്കര സ്ട്രോങ്ങർ അല്ലാത്ത, നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് വെനില പെർഫ്യൂം ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ വെനില പെർഫ്യൂം നോക്കുന്ന ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ തിരക്കേടില്ലാത്ത രീതിയിൽ ഒരു 4 hours വരെയൊക്കെ ഫ്രാഗ്രൻസ് നിൽക്കുന്ന 500 റുപ്പീസിനുള്ളിൽ നേരത്തെ വാങ്ങിക്കാൻ കിട്ടിയിരുന്നു. ഇപ്പൊ എന്തായാലും ഒരു 560 ഒക്കെ എത്തി. അപ്പൊ നമുക്ക് ഒരു 1000 റുപ്പീസിനുള്ളിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ് പ്ലേ ബോയിന്റെ ജനറേഷൻ. ഈ പേര് മാത്രമേ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല, ജനറേഷൻ. ഓക്കെ, അപ്പൊ എന്തായാലും അതൊക്കെയാണ് ജനറേഷന്റെ ഡീറ്റെയിൽസ്. എന്തായാലും ഈ ഒരു പെർഫ്യൂം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ്. അടുത്ത് തന്നെ വേറെ പല പെർഫ്യൂംസുമായിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള പെർഫ്യൂംസുമായിട്ടുള്ള കമ്പാരിസൺസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.